കേട്ടില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മളാരാണോ? അതല്ലല്ല ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അതെ, അല്ലാന്ന് തോന്നാൻ മാഷിക്ക് ഭഗവതിയെ മുമ്പ് കണ്ട് പരിചയമൊന്നും ഇല്ലല്ലോ. ഓ സത്യം, ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശവാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവികത എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുവട്ടനായിരിക്കണം കാണുന്നത്. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് പോലെ പോലത്തെ അടിച്ചൊലിക്കാരിയ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായി പറയണില്ല. അടിച്ചു തേളിക്കറി കുറത്തെ തമ്പരട്ടിയാടോ മാഷിയെ. അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പരട്ടി. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്ത് ജഗന്നാഥൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോവിലമാഞ്ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാലാണേ. മുന്നീന്ന് മാറുക തമ്പുരാൻ. ആ പിന്നെ കോവിലമാച്ച മാഷ്ടി മുതലാളി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. ചിലതൊക്കെ പറയാനുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കും, എന്നിട്ട് പെണ്ണെന്ന് പേര് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കുറുമ്പ് എന്താ? ശംഭോ മഹാദേവാൻ. ശംഭോ മഹാദേവ.